നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം തിരുവാതിര നക്ഷത്രക്കാരുടെ മുൻജന്മ കാര്യങ്ങളാണ്. അതായത് തിരുവാതിര നക്ഷത്രക്കാർ മുൻജന്മത്തിൽ ആരായിരുന്നു എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ തിരുവാതിര നക്ഷത്രക്കാർ ആരായിരുന്നു എന്നും ഇവരുടെ പൂർവജന്മ രഹസ്യം എന്താണെന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഈ വീഡിയോ വിശ്വാസികൾ മാത്രം കണ്ടാൽ മതി എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം അവിശ്വാസികൾ ഇത് കാണണ്ട. കാരണം ഇത് കണ്ടാൽ പല വിശ്വാസമില്ലാത്തവരും ഞാൻ അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണെന്ന് പറയും. ഇത് ഞാനായിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജ്യോതിഷ ആചാര്യന്മാർ പൂർവജന്മത്തെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓരോ രാശികളിലൂടെ അത് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഞാനായിട്ട് എഴുതി പറഞ്ഞുണ്ടാക്കുന്ന കാര്യമല്ല. നമ്മുടെ പൂർവജന്മത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നവരായിരുന്നു എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജ്യോതിഷ ആചാര്യന്മാർ കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത്. ഭാരതീയ ജ്യോതിഷം ഒരാളുടെ പൂർവജന്മത്തെ പറ്റി പറയുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും പൂർവജന്മകാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരാളുടെ ജാതകത്തിൽ 9-ാം ഭാവം കൊണ്ടും 5-ാം ഭാവം കൊണ്ടും അതുകൂടാതെ 12-ാം ഭാവം കൊണ്ടും ഒരാളുടെ മുൻജന്മത്തെ പറ്റി പറയാവുന്നതാണ്. അപ്പൊ 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ പൂർവ്വപുണ്യഭാവമാണ്. അതുപോലെ തന്നെ 9-ാം ഭാവവും പൂർവ്വപുണ്യത്തിന്റെ ഭാവം തന്നെയാണ്. പിന്നെ 12-ാം ഭാവം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന്റെ ഭാവമാണ്, പാപത്തിന്റെയും ഭാവമാണ്. അപ്പൊ മോക്ഷത്തിന്റെയും പുണ്യത്തിന്റെയും പ്രവൃത്തിയുടെയൊക്കെ ഭാവം കൊണ്ട് നമ്മൾ ഓരോരുത്തരും കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇതൊരു സാമാന്യമായി ഫലമായി നിങ്ങൾ കണ്ടാൽ മതി. കാരണം ഇത് ഈ തിരുവാതിര നക്ഷത്രക്കാരായ എല്ലാവർക്കും ഈ ഫലം ഉണ്ടാകണം എന്നില്ല. കാരണം ഓരോരുത്തരും ഓരോരോ സമയങ്ങളിൽ ഓരോരോ ലഗ്നങ്ങളിൽ ജനിച്ചവരായിരിക്കും. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ ജാതക പരിശോധനയും അതിലെ ഭാവങ്ങളെയും അതിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെയും മനസ്സിലാക്കി പറഞ്ഞാലേ ഈ ഫലം പൂർണ്ണമാവുകയുള്ളൂ. ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലകളിൽ പ്രത്യേകിച്ച് വേടത്തിന്റെയും കേതുവിന്റെയും സ്ഥാനം കൂടി നോക്കണം. എന്നാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പൊ ചിലവരെ വിളിച്ചിട്ട് പറയും, ഞങ്ങളിത് കേട്ടിട്ട് ഞങ്ങൾക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഞങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നോ എന്നൊക്കെ ചിലപ്പോൾ ചില വിധത്തിൽ ചിന്തിക്കാം, അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ കമന്റ് ഇടാം. കാരണം ഇത് ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന കാര്യമല്ല. തിരുവാതിര നക്ഷത്രക്കാരുടെ സാമാന്യമായ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരു വ്യക്തിയുടെ കാര്യം ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ ജാതകം പരിശോധിക്കണം. ആ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ നോക്കിയാൽ അവൻ കൃത്യമായിട്ട് അവൻ ആരായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഗോചരപരമായിട്ട് തിരുവാതിര നക്ഷത്രക്കാർ സാമാന്യമായി ഇങ്ങനെയുള്ള മുൻജന്മത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കണം. എന്നാലേ ഇതിലെ കാര്യങ്ങൾ പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ.
അതുകൂടാതെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. കാരണം ഓരോരുത്തരും നമ്മളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം ഓരോരോ നക്ഷത്രങ്ങളിൽ ജനിച്ചവരായിരിക്കുമല്ലോ. അവരുടെ കാര്യങ്ങൾ ഞങ്ങൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ അവർ കാണാനിട വരണം. എന്നാൽ അവർക്കും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഷെയർ ചെയ്യണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. തിരുവാതിര നക്ഷത്രക്കാർ മുൻ ജന്മത്തിൽ ആരായിരുന്നു? ഇതാണ് നമ്മുടെ വിഷയം. തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ ആരാണ്? രാഹുവാണ്. രാഹു എന്ന് പറഞ്ഞാൽ നാഗങ്ങളാണ്. തിരുവാതിര മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രമാണ്. തിരുവാതിരയുടെ ദേവനാരാണ്? ശിവനാണ്. അതായത് ശിവന്റെ ഭാവമായ രുദ്രനാണ്. ശിവന്റെ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. ഇവർ കഴിഞ്ഞ ജന്മത്തിൽ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു വന്നവരായിരിക്കും ഈ തിരുവാതിര നക്ഷത്രക്കാർ. തിരുവാതിരയുടെ 5ാം ഭാവം കൊണ്ട്, അതായത് പുരാതനം പുണ്യം, ഇതാണ് 5ാം ഭാവം. 5ാം ഭാവം എന്ന് പറഞ്ഞാൽ തുലാം രാശിയാണ്. ഇത് പ്രകാരം ചിന്തിച്ചാൽ ഇവർ നീതി നടപ്പിലാക്കിയിരുന്നവരും സത്യസന്ധന്മാരും ആയിരിക്കാം കഴിഞ്ഞ ജന്മത്തിൽ തുലാം രാശി വെച്ച് നോക്കുമ്പോൾ. അതുമല്ലെങ്കിൽ തുലാം രാശിയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവർ കച്ചവടക്കാരോ വ്യാപാരികളോ ആയിരുന്നിരിക്കാം. അതായത് തെരുവിൽ കച്ചവടം ചെയ്യുന്നവരോ ആയിരിക്കാം. നല്ല കച്ചവടക്കാരായിരിക്കാം, നല്ല വ്യാപാരികളായിരിക്കാം, അല്ലെങ്കിൽ തെരുവ് കച്ചവടക്കാർ ആകാനും സാധ്യതയുണ്ട്. ഇവരുടെ 5ാം ഭാവം കൊണ്ട് ചിന്തിച്ചാൽ. ഇവരുടെ 9ാം ഭാവം കൊണ്ട് ചിന്തിക്കുകയാണെങ്കിലാണ് കുംഭം രാശി ആണ് 9ാം ഭാവം. അപ്പോൾ 9ാം ഭാവം വെച്ച് നോക്കുമ്പോൾ ഇവർ സമൂഹത്തിനായി നല്ല കാര്യങ്ങൾ ചെയ്തവരോ അല്ലെങ്കിൽ നല്ലൊരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നവരോ ആയിരിക്കും. അതുമല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി പ്രയത്നിച്ചവരും ഒരു വിപ്ലവകാരിയും കൂടി ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇവർ കഴിഞ്ഞ ജന്മത്തിൽ. ഇനി 12ാം ഭാവം കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് ശുക്രന്റെ രാശിയാണ്. അപ്പൊ 12ാം ഭാവം ഇടവൻ രാശിയാണ്. അപ്പൊ ഇടവൻ രാശി അത് ശുക്രന്റെ രാശിയായതിനാൽ കഴിഞ്ഞ ജന്മത്തിന്റെ അവസാന കാലഘട്ടത്തിൽ വളരെ സുഖ സൗകര്യങ്ങളോടെ ജീവിച്ചിരുന്നവരും നല്ല പ്രകൃതി സ്നേഹികളും ആയിരുന്നിരിക്കും ഈ തിരുവാതിര നക്ഷത്രക്കാർ. ചുരുക്കത്തിൽ പറഞ്ഞാൽ തിരുവാതിര നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ രാഹുവിന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് അജ്ഞാതമായ ചില കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നവരും ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ കലാകാരന്മാരും ധർമ്മിഷ്ഠരും കച്ചവടക്കാരും ആത്മീയ കാര്യങ്ങളിൽ ചിന്തിക്കുന്നവരും സാധാരണക്കാർക്ക് വേണ്ടി പ്രയത്നിച്ചിരുന്നവരും നീതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നവരും ആയിരിക്കാനാണ് സാധ്യത. അപ്പൊ ഇതില് ഏതെങ്കിലുമൊക്കെ, കാരണം ഈ 5ാം ഭാവം കൊണ്ടും 9ാം ഭാവം കൊണ്ടും 12ാം ഭാവം കൊണ്ടും ചിന്തിച്ചാൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും മുൻജന്മത്ത്. ഇത് ശിവന്റെ നക്ഷത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അസാമാന്യമായ ബുദ്ധിശക്തിയുള്ളവരും തളരാത്ത മനസ്സിന് ഉടമകളുമായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ. അപ്പൊ ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ മുൻജന്മ വിശേഷം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളെന്റെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കും എന്ന വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.